വയനാട് പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. അമരക്കുനിയിൽ ആടിനെ ആക്രമിച്ചു കൊന്നു. വീട്ടുകാർ ബഹളം വെച്ചപ്പോൾ ആടിനെ ഉപേക്ഷിച്ച് കടുവ പോയി. കടുവയ്ക്കായി വനം വകുപ്പ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നമുക്ക് പ്രതികരണങ്ങളൊന്ന് കേട്ടുവരാം. ഒരു 2 മണിയായി. 2 മണിയായപ്പം ചെറിയ ഈ ആട്ടുംകുഞ്ഞുങ്ങൾ കരയുന്ന കേട്ടു. കുഞ്ഞുങ്ങൾ അമ്മ അന്നേരം തന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഉണ്ട് കടുവ തള്ളയാടിനെ പിടിച്ച് കൊന്നിട്ട് നേരെ തിരിഞ്ഞു പോകുന്ന സമയത്ത് അമ്മ കണ്ടേ. അപ്പോഴത്തേക്ക് അമ്മ വെച്ചുണ്ടായപ്പോൾ ഞങ്ങൾ അപ്പുറത്തെ ബെഡ്റൂമിൽ നിന്ന് ഞങ്ങൾ ഇവിടെ വന്നു. ഞങ്ങൾ വെച്ചുണ്ടാക്കിയപ്പോഴത്തേക്ക് പോയി. അത് വലിയ കടുവ. ഇവിടുന്ന് ഒരു ഇത്രയോ നീളമുണ്ട് കടുവ. ഞാൻ ഈ ലൈറ്റുള്ള കാരണം എനിക്ക് കാണാൻ പറ്റും. ഞാൻ ഈ റൂമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഒച്ചപ്പാട് കേട്ടോണ്ട് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് ഈ ഇതെന്നാന്നറിയാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്കും കടുവ ഇതിനെ കൊന്നു. ദീപക് മോഹൻ ഉണ്ട്. ദീപക് മോഹൻ, വീണ്ടും കടുവയാക്രമണത്തിന്റെ എല്ലാ ദിവസവും നമ്മൾ ഈ കടുവയെക്കുറിച്ചാണ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടുവ മാത്രം കൂട്ടിൽപ്പെടുന്നില്ല, കൂടിന് ചുറ്റും കടുവ നടന്ന് ആടിനെ പിടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് ദീപക്? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. ഒരാഴ്ചക്കാലമായി വയനാട് പുൽപ്പള്ളിയിലെ അമരക്കുനിയിലിറങ്ങിയ കടുവ നിരവധി വളർത്തുമൃഗങ്ങളെ പിടികൂടി. അതുപോലെ തന്നെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്, പ്രദേശവാസികൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഇതുവരെ ഇപ്പോൾ 3 വളർത്തുമൃഗങ്ങളെയാണ് കടുവ പിടികൂടിയത്. ഇന്നലെ രാത്രി, അതായത് ഇന്ന് പുലർച്ചെ വീണ്ടും കടുവയുടെ ആക്രമണത്തിൽ ഒരു ആട് ചത്തു. ഈ അമരക്കുനിയിലായിരുന്നു പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം ആദ്യം കണ്ടെത്തിയത്. അന്ന് വനംവകുപ്പ് അവിടെ ഒരു കൂട് സ്ഥാപിച്ചിരുന്നു. പിന്നീട് തൊട്ടടുത്തുള്ള ദേവർഗഥയിൽ വീണ്ടും, അതായത് കഴിഞ്ഞ ദിവസം മറ്റൊരു ആടിനെ കൊന്നിരുന്നു. അന്നും അവിടെ വനംവകുപ്പ് ഒരു കൂട് സ്ഥാപിച്ചു. അതിനിടയിലാണ് ഇന്ന് പുലർച്ചെ വീണ്ടും ഈ പായ്ക്കണ്ടത്തിൽ ബിജു എന്ന് പറയുന്ന ആളുടെ വീട്ടിൽ, ഈ ഊട്ടിക്കാവിലേക്ക് അടുത്തുള്ള സ്ഥലത്ത് ഈ കടുവ ഇറങ്ങി അവരുടെ വീട്ടിലുള്ള ആടിനെ പിടികൂടിയത്. നേരത്തെ പ്രദേശവാസികളെല്ലാം വലിയ ഒരു ആശങ്കയിൽ തന്നെയാണ്. ഈ വനംവകുപ്പ് ഊർജിതമായി തിരച്ചിൽ നടത്തുന്നുണ്ട്. RRT ടീം അംഗങ്ങളുണ്ട്. മയക്കുവെടി വയ്ക്കാനുള്ള ടീം സജ്ജമാണ്. തെർമൽ ക്യാമറ സ്കാൻ ഉപയോഗിച്ച് ഇന്നലെ രാത്രിയൊക്കെ കടുവയെ ട്രേസ് ചെയ്തിരുന്നു, കടുവയെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്തിരുന്നു. പക്ഷേ അതിനിടയിൽ കടുവ വീണ്ടും സമീപത്തെ ഒരു വീട്ടിലെത്തി അവിടുത്തെ വളർത്തുമൃഗങ്ങളെ പിടികൂടിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. ഇന്നും ഇന്നലെയൊക്കെയായി ഈ മേഖലയിലുള്ള സ്കൂളുകൾക്ക് അവധിയുണ്ട്. ഇപ്പോൾ നമ്മളോടൊപ്പം പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കുമാർ ചേരുകയാണ്. ഒരാഴ്ചയായി ഇവിടെ തിരച്ചിൽ നടത്തുന്നു. കടുവയെപ്പറ്റി ഒരു വിവരവുമില്ല. 9 ദിവസമായി ഇവിടെ തുടർച്ചയായി തിരച്ചിൽ നടത്തുകയാണ്. വനംവകുപ്പിൻ്റെ ടീം വളരെ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഒരു ഏകോപനമില്ലാത്തൊരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ 4ാമത്തെ വളർത്തുമൃഗത്തെയാണ് പിടിക്കുന്നത്. ഈ മേഖലയിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിലാളികൾക്ക് തോട്ടങ്ങളിൽ പോകാൻ കഴിയാത്ത സാഹചര്യം. അപ്പോൾ ഒരു വലിയ പ്രതിസന്ധി ഇങ്ങനെ ഈ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വ്യാപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആശങ്ക ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുക, ഓരോരോ പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഇതിൻ്റെ സാന്നിധ്യം കണ്ടിട്ടും അതൊരു ഓപ്പറേഷൻ നടത്താൻ കഴിയാത്ത സാഹചര്യം വന്നു. അപ്പോൾ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കാണുന്ന സമയത്ത് ഡോക്ടറില്ല, ഡോക്ടർ ഉള്ളപ്പോൾ നമ്മൾ കടുവയെ കാണുന്നില്ല. അങ്ങനെ ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടൊക്കെ അതിൻ്റെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത് കാണുന്ന സന്ദർഭത്തിൽ ആ ഒരു ഓപ്പറേഷൻ നടത്താനുള്ള ആ ഒരു ടീം ഉണ്ടാകുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇനിയും കൂടുതൽ പ്രയാസത്തിലേക്കാണ് കാര്യങ്ങൾ വരിക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഏറ്റവും വലിയ പ്രക്ഷോഭം നടന്നൊരു പ്രദേശമാണ് പുൽപ്പള്ളി. മനുഷ്യൻ്റെ ജീവന് ഭീഷണിയാവുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ജനങ്ങൾ എല്ലാ നിലയും വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സാഹചര്യം വരും. ഇപ്പോൾ ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന വലിയ ഒരു ആൾക്കൂട്ടം, അവർക്ക് തോട്ടത്തിൽ പണിയെടുക്കാൻ സാധിക്കുന്നില്ല, കുട്ടികൾ സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. ഇന്ന് അവധിയാണെങ്കിലും ഇനി മുന്നോട്ട് എന്ത് എന്നൊരു ആശങ്കയാണ്. അപ്പോൾ വളരെ അടിയന്തരമായി ഇതിനെ മയക്കുവെടി വെച്ച് കൊടുക്കണം. ഇനി കൂട്ടിലാക്കുക എന്നൊരു സംവിധാനത്തിലേക്ക് നിൽക്കുന്നത് ശരിയല്ല. മയക്കുവെടി വെച്ച് പിടിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അരുൺകുമാർ, ഈ പുൽപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു ആശങ്ക ഈ പ്രദേശവാസികൾക്കിടയിലുണ്ട്. ഏകോപനമില്ലായ്മ വനംവകുപ്പിനിടയിലുണ്ട് എന്നുള്ളൊരു ആരോപണം ഇവർ ഉയർത്തുന്നുണ്ട്. എത്രയും വേഗം മയക്കുവെടി വെച്ച് കൂട്ടിലാക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്ന് കടുവയെ പിടികൂടി മാറ്റുക എന്നുള്ളൊരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. പകരം കൂട്ടിലാക്കി തെളിച്ചുകൊണ്ടുവന്ന് കൂട്ടിലാക്കുന്ന ഒരു പരിപാടി നടക്കില്ല എന്നുള്ള രീതിയിലുള്ളൊരു കാര്യമാണ് പ്രദേശവാസികൾ പറയുന്നത്. എത്രയും വേഗം കെണിവെച്ച് പിടിക്കുകയല്ല വേണ്ടത്, മയക്കുവെടി വെച്ച് ഉൾക്കാട്ടിൽ കൊണ്ട് വിടേണ്ടതാണ് എന്നതാണ് നാട്ടുകാരുടെ അഭിപ്രായം. ഇങ്ങനെ ഓരോ ദിവസവും ആടിനെ പിടിക്കുന്ന കടുവ എന്ന മട്ടിലുള്ള വാർത്തകൾ വരുന്നു. ഇനി ആടിനെ വിട്ട് ആളിന് നേരെ എന്നാണ് ഈ കടുവ തിരിയുക എന്നതാണ് നാട്ടുകാരുടെ ആശങ്ക സ്വാഭാവികമാണ്, അല്ലേ? വന്യജീവി മനുഷ്യ സംഘർഷം എന്നുള്ളത് അടുത്ത നാളായി ഏറെക്കുറെ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുത തന്നെയാണ്.